Okay, welcome back. So നമ്മൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡിൻ്റെ ജേണൽ എൻട്രി കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടായി. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം സ്ക്രീനിൽ കാണാം. ക്വസ്റ്റ്യൻ അറിയാലോ, വലിയ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫുള്ളായിട്ട് സ്ക്രീനിൽ പറ്റില്ല. സോ പാർട്സായിട്ട് കാണിക്കാം. സോ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. പി ആൻഡ് ക്യൂ ലിമിറ്റഡ് അമാൽഗമേറ്റഡ്. ഓക്കെ, ആ ഒരു വേർഡിൻ്റെ മീനിങ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. പിയും ക്യൂവും കൂടി അമാൽഗമേറ്റഡ് ആൻഡ് പി ക്യൂ ലിമിറ്റഡ് ആയി എന്നാണ് ഈ ക്വസ്റ്റ്യൻ. സോ പി ആൻഡ് ക്യൂ ഇല്ലാണ്ടാവുന്ന കമ്പനി, നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫറർ കമ്പനി, ഓക്കെ, വെൻഡർ കമ്പനി. ആൻഡ് ദിസ് പി ക്യൂ ലിമിറ്റഡ് ആണ് നമ്മുടെ ട്രാൻസ്ഫറി. ഓക്കെ, സോ ഇത് നമ്മൾ ഓർമ്മിക്കാം. സോ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. പി ക്യൂ ലിമിറ്റഡ് അമാൽഗമേറ്റ് ചെയ്തു, ന്യൂ കമ്പനി പി ക്യൂ ലിമിറ്റഡ് ഫോം ചെയ്തു. വെരി ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ്, ടു ടേക്ക് ഓവർ ദ ബിസിനസ്. ടേക്ക് ഓവർ ചെയ്യുന്നത് ബിസിനസ് ആണ്. ദാറ്റ് മീൻസ് ഓൾ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ടേക്കൺ ഓവർ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ഞാനിപ്പോൾ റീഡ് ചെയ്യുന്നില്ല. ബാലൻസ് ഷീറ്റിലെ ഡീറ്റെയിൽസ് ആർ ദർ. ആൻഡ് അതർ ഇൻഫർമേഷൻ കാണാം. അതർ ഇൻഫർമേഷൻ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഓക്കെ, ബാലൻസ് ഷീറ്റ് നമ്മൾ വഴിയെ എന്തൊക്കെ ഐറ്റംസ് എന്ന് പിന്നെ റെഫർ ചെയ്യും. സോ അതർ ഇൻഫർമേഷൻ. സോ അതിൽ കൊടുത്തിരിക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ഇത്ര കിട്ടും. ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് എങ്ങനെ പേ ചെയ്യുന്നു. ഈ കമ്പനി പിയും ക്യൂവും അമാൽഗമേറ്റ് ചെയ്ത് ഇല്ലാണ്ടായി പോകുമ്പം പിയിലെയും ക്യൂവിലെയും പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് എന്തൊക്കെ പേയ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പോയിന്റ് നമ്പർ എയും. പോയിന്റ് നമ്പർ ബിക്കകത്ത് പിൻ്റെയും ക്യൂവിൻ്റെയും ഇല്ലാണ്ടാവാൻ പോകുന്ന ട്രാൻസ്ഫറർ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ആക്ച്വലി അമാൽഗമേഷൻ നടക്കുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനാണ്. ബട്ട് ബാലൻസ് ഷീറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. സോ നമ്മുടെ സ്റ്റെപ്പ് ഇസ് കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? ഇവിടെ നമുക്ക് ഓൾറെഡി പർച്ചേസ് കൺസിഡറേഷൻ പറഞ്ഞാൽ പേയ്മെൻറ്റ് ടു ദി ഷെയർ ഹോൾഡർ ഓഫ് ദി ട്രാൻസ്ഫറർ കമ്പനി. സോ ഷെയർ ഹോൾഡറിന് പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, ഇവർക്ക് രണ്ട് പേർക്കുള്ള പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സോ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. ഇങ്ങനെയൊരു സെൻറ്റൻസ് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ബട്ട് ഹിയർ യൂസ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. സോ ഞാൻ വായിക്കാൻ പോവാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഓഫ് ടു കമ്പനീസ്, രണ്ട് കമ്പനീൻ്റെയും പിൻ്റെയും ക്യൂവിൻ്റെയും. സോ ഞാനിവിടെ പി എന്നും എഴുതി, ക്യൂ എന്നും എഴുതി. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്നാണ് പറയുന്നത്, ഷെയർ ഹോൾഡർ. അപ്പോൾ എത്ര പ്രിഫറൻസ് ഷെയർ ഉണ്ട് എന്ന് അറിയണം. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, 1,20,000 ആണ് പി ലിമിറ്റഡിൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഒരു ഷെയറിൻ്റെ വില 100. അങ്ങനെയാണെങ്കിൽ എത്ര പ്രിഫറൻസ് ഷെയർ ഉണ്ടാവും? 1,20,000 ഡിവൈഡഡ് ബൈ 100, 12,000. ഓക്കെ, സോ ഇവിടെ നോക്ക്, പ്രിഫറൻസ് ഷെയർ ഹോൾഡറിൻ്റെ പേയ്മെൻ്റ് ആണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഓഫ് ടു കമ്പനീസ് ആർ ഇഷ്യൂഡ് ഈക്വലൻറ്റ് നമ്പർ ഓഫ് 12% പ്രിഫറൻസ് ഷെയർ. സോ അവർക്ക് എന്താ കിട്ടുന്നത്? 12% പ്രിഫറൻസ് ഷെയർ ഓഫ് പി ക്യൂ ലിമിറ്റഡ് 125 പെർ ഷെയർ. ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 100. ഇവർക്ക് എത്ര പൈസയൊക്കെ കിട്ടുന്ന? 125. സോ ഇതെന്താ സാധനം? ദിസ് വിൽ ബി യുവർ പ്രീമിയം ആൻഡ് ഇതാണ് നമ്മുടെ ഫേസ് വാല്യൂ. സോ 125. പി ലിമിറ്റഡിൻ്റെ നമ്പർ ഓഫ് ഷെയർ എത്ര? 12,000 ഇൻറ്റു 125. പർച്ചേസ് കൺസിഡറേഷൻ കാണുന്ന സമയത്ത് പ്രീമിയം വേറെ, ഫേസ് വാല്യൂ വേറെ, അങ്ങനെ എടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, സോ 12,000 12,000 1200 ആണ് അല്ലേ? 1,20,000 ഡിവൈഡഡ് ബൈ 100 ആണ്. സോ 1,200 ആണ്. 1,200 ഇൻറ്റു 125. പി ലിമിറ്റഡിൻ്റെ നേരെ ഞാൻ എഴുതി 1,50,000. ഇനി ഇത് പിയുടെ ആണ്. ഇനി ഞാൻ ക്യൂടെ കാണാൻ പോവാണ്. ക്യൂടെ നമ്പർ ഓഫ് ഷെയർ എത്രയാ? ക്യൂടെ ക്യാപിറ്റൽ 80,000 ആണ്. 80,000 ഡിവൈഡഡ് ബൈ ഒരു ഷെയറിൻ്റെ വില 100. സോ നമ്പർ ഓഫ് ഷെയർ 800 ഇൻറ്റു അഗെയിൻ 125. യു വിൽ ഗെറ്റ് 1 lakh. സോ ഇവിടെ ഞാൻ
ക്യൂവിൻ്റെ കോളത്തിൽ 1 lakh എന്ന് എഴുതി. ഇതെന്താണെന്നറിയോ? പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് കിട്ടുന്ന പേയ്മെൻ്റ് ആണ്. അമാൽഗമേഷൻ നടക്കുന്ന സമയം ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ഏത് വിധത്തിലാണ് ഈ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ഈ കമ്പനി കൊടുക്കുന്നത്, അതാണ് ഞാനിവിടെ എഴുതിയത്. സോ അവർക്ക് പ്രിഫറൻസ് ഷെയർ തന്നെ കിട്ടും. അടുത്തത് ഞാനിവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ പോവുകയാണ്. ആൻഡ് ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. PQ Limited will issue 1 equity share of ₹10 each. ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കണേ. 1 equity share of ₹10 each. ഓക്കെ, ഫോർ എവറി ഷെയർ. ഫോർ എവറി എന്ന് പറഞ്ഞാൽ ഫോർ എവറി 1 ഷെയർ എന്നാണ് അർത്ഥം. ഞാനിവിടെ എഴുതുന്ന ജസ്റ്റ് ശ്രദ്ധിക്കുക. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. 1 by 1 into 10. ഓക്കെ, ഷെയർ ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. സോ 10 അല്ല 15 രൂപക്കാണ് കിട്ടുന്നത്. ഞാൻ എന്തിനിവിടെ 1 by 1 എഴുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ ഓക്കെ ഇതേ ക്വസ്റ്റ്യൻ സെയിം അത് ഇൻഫർമേഷൻ കാണാം. ഇങ്ങനെയാണെന്ന് വെച്ചോ. PQ Limited will issue 2 equity share of ₹10 each for every 3 share. സോ അപ്പോൾ നിങ്ങൾ 2 equity share for every 3 share അല്ലേ? അപ്പോൾ നിങ്ങൾ 2 by 3 എന്ന് എഴുതേണ്ട വരും. ഇവിടെ 1 by 1 ആയതുകൊണ്ടാണ് ആ പ്രോബ്ലം ഇല്ലാഞ്ഞത്. അല്ലെങ്കിൽ 2 by 3 എന്ന് എഴുതണം. ഇനി ഇങ്ങനെയാ ക്വസ്റ്റൻ എങ്കിലോ വിൽ ഇഷ്യൂ 3 equity share for every 5 share എന്ന് പറയുമ്പം 3 by 5 എന്ന് എഴുതണം. സോ അവിടെ ക്വസ്റ്റ്യനിൽ ഈ ഈച്ച് ഷെയർ ഫോർ എവറി എന്നൊക്കെ ഉള്ള പോയിന്റ് വരുമ്പം ഈ ഒരു മോഡലിൽ നിങ്ങൾ എഴുതണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ 1 by 1 എന്ന് എഴുതിയത്. ഓക്കെ, അത് ഓർമ്മിക്കുക. സോ ഇവിടെ ഈ 1 എന്ന് എഴുതേണ്ട കാര്യമില്ല, ബിക്കോസ് 1 by 1 is 1, റൈറ്റ്? ഓക്കെ, 15. ഇവിടെയും 10 രൂപ ഫേസ് വാല്യൂ, 5 രൂപ പ്രീമിയം ആണ്. ഇതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷനിൽ. ഇനി നമുക്ക് അറിയേണ്ടത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുന്നു. ക്വസ്റ്റ്യനിൽ 2,40,000 ആണ് P ലിമിറ്റഡിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് P ലിമിറ്റഡിന് എന്താ കൊടുക്കുന്ന 1 ഇക്വിറ്റി ഷെയർ തന്നെ. പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ഹോൾഡർ വിൽ ഗെറ്റ് ഇക്വിറ്റി ഷെയർ തന്നെ. അപ്പോൾ P ലിമിറ്റഡിൻ്റെ ആണെങ്കിൽ 24,000 ഇൻറ്റു 15. Q ലിമിറ്റഡിൻ്റെ ആണെങ്കിൽ സെയിം 1,60,000 ആണ് ഒരു ഷെയറിന് 10. സോ രണ്ടും ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 16,000 കിട്ടും. 16,000 ഇൻറ്റു 15 Q ലിമിറ്റഡിന് ഇക്വിറ്റി ഷെയർ ആയിട്ട് കിട്ടും. സോ നമ്മളിവിടെ ഇത് ചെയ്താൽ 3,16,000 കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,14,000 കിട്ടും. സോ ഇത് രണ്ടും കൂടെ P ലിമിറ്റഡിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 5,10,000 കിട്ടും. 3,40,000. ഈ ഒരു പ്രോബ്ലം ഫുള്ളായിട്ട് ഇരുന്ന് കാണേ. പർച്ചേസ് കൺസിഡറേഷൻ്റെ ഡെഫിനീഷനിൽ അറിയാം. പർച്ചേസ് കൺസിഡറേഷൻ ഇസ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ടു ദ ഷെയർ ഹോൾഡർ ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി. ഏത് ഷെയർ ഹോൾഡർ? പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് പർച്ചേസ് കൺസിഡറേഷൻ. സോ പർച്ചേസ് കൺസിഡറേഷൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് ഇത് രണ്ടും കിട്ടി. സോ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓവർ. ഇനി ചെയ്യേണ്ടത് ആൻഡ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് വരയണം, അല്ലെങ്കിൽ റിയലൈസേഷൻ്റെ എൻട്രി ചെയ്യണം. എൻട്രി ചെയ്തിട്ട് അതിന് കൂടെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകണം. അത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്വസ്റ്റ്യനിൽ ജേർണൽ എൻട്രി വേണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ജേർണൽ എൻട്രി ചെയ്യേണ്ട വരും. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ജേർണൽ എൻട്രി അടക്കം ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, സോ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡാണ്, മെർജറിൻ്റെ മെത്തേഡാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് എൻട്രി, സോ ഐ വിൽ ഷോ യു ദ ടെക്സ്റ്റ് ബുക്ക്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട പോയിന്റ്, ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും എല്ലാ അസറ്റും റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യണം. ക്യാഷ് ആൻഡ് ബാങ്ക് ഏറ്റെടുത്താൽ മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇവിടെ എല്ലാ അസറ്റും ട്രാൻസ്ഫർ ചെയ്യണം, ബിക്കോസ് എവറി ബിസിനസ് ആണ് ടേക്ക് ഓവർ ചെയ്തത്. സോ ബാലൻസ് ഷീറ്റ് എടുക്കുക. സ്ക്രീനിൽ ബാലൻസ് ഷീറ്റ് കാണാം. ബാലൻസ് ഷീറ്റിനകത്ത് വരുന്ന ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്, ഡെറ്റർ, ക്യാഷ് ആൻഡ് ബാങ്ക് എടുക്കുക. ബുക്ക് വാല്യൂവിൽ എടുക്കുക. ഇനി അവിടെ നിങ്ങളെ പ്രോബ്ലം ഫിക്സഡ് അസറ്റിന് ലെസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ, അതായത് ബുക്ക് വാല്യൂ വേണം എടുക്കാൻ. അതും ഓർമ്മിക്കുക. സോ ഫസ്റ്റ് എൻട്രി ഈസ് ഓവർ. സെക്കൻഡ് എൻട്രി നമ്മുടെ ലാബിലിറ്റീൻ്റെ ട്രാൻസ്ഫർ ആണ്. സോ ലാബിലിറ്റിയിൽ അവിടെ വരുന്ന ലാബിലിറ്റി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഷെയർ ക്യാപിറ്റൽ വരില്ല എന്നറിയാം, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരില്ല എന്നറിയാം. സോ കമ്മിങ് നോൺ കറണ്ട് ലാബിലിറ്റീസിൽ
വരുന്ന സെക്യൂർഡ് ലോണ്, ട്രേഡ് ക്രെഡിറ്റർ പോലെയുള്ള കറണ്ട് ലയബിലിറ്റീസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഈ വരുന്ന ഐറ്റംസ്. ഓക്കെ, ഈ വരുന്ന ഐറ്റംസ് നമ്മളിവിടെ എഴുതണം. ഓക്കെ, ടു റിയലൈസേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടേക്ക് ഓവർ ചെയ്ത ലാബിലിറ്റി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ നമുക്ക് എല്ലാം ടേക്ക് ഓവർ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തത്. ഇവിടെയും ബുക്ക് വാല്യൂവിൽ തന്നെ എടുക്കണം. ആൻഡ് യുവർ തേർഡ് എൻട്രി ഈസ് പർച്ചേസ് കൺസിഡറേഷൻ്റെ ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ട്രാൻസ്ഫറി കമ്പനീൻ്റെ പേര് എഴുതുക. ടു റിയലൈസേഷൻ നമ്മൾ എഴുതുന്നത് പി ലിമിറ്റഡിൻ്റെ ബുക്കാണ്. പി ലിമിറ്റഡിൻ്റെ വേറെ ചെയ്യണം, ക്യൂ ലിമിറ്റഡിൻ്റെ വേറെ ചെയ്യണം. സോ നമ്മൾ പിയുടെ ആണ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് എൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ പറയാൻ മറന്നുപോയി. പിൻ്റെയും ക്യൂൻ്റെയും വേറെ തന്നെ ചെയ്യണം. പിയും ക്യൂവും ജെഡും എക്സോ എത്ര കമ്പനീസ് ഉണ്ടോ അത്രയും ട്രാൻസ്ഫറർ കമ്പനീൻ്റെ യു ഷുഡ് പ്രിപ്പയർ ഇറ്റ് സെപ്പറേറ്റ്ലി. ഇനി അതിൻ്റെ പേയ്മെൻറ്റ് മോഡ് എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പഠിച്ചു. പ്രിഫറൻസ് ഷെയർ ആയിട്ടും കൊടുക്കുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ ആയിട്ടും കൊടുക്കുന്നുണ്ട്. സോ പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൊടുക്കുന്നത് 1,50,000, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കുന്നത് 3,60,000. അങ്ങനെ ടോട്ടൽ 5,10,000. അടുത്ത 4 എൻട്രിയും ഓക്കെ ആണ്. ഓവർ. അടുത്തത് ഇനി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ട്രാൻസ്ഫർ ചെയ്യാത്ത ഏറ്റെടുക്കാത്ത അസറ്റ് ഉണ്ടെങ്കിൽ അത് വിൽക്കുന്ന എൻട്രി ഇതിന് ശേഷം കാണിക്കണം. ഏറ്റെടുക്കാത്ത ലാബിലിറ്റി പേ ഓഫ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രിയും ഇതിനു ശേഷം കാണിക്കണം. ഏറ്റെടുക്കാത്ത ലാബിലിറ്റി പേ ഓഫ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ലോസും പ്രോഫിറ്റും റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയും പോയിന്റ് ഇവിടെ വെച്ച് മനസ്സിൽ ആലോചിക്കണം. ബിക്കോസ് ഈ ക്വസ്റ്റ്യനിൽ എല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എല്ലാം ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. സോ നോ ഇഷ്യൂസ്. ബട്ട് ഇല്ലാത്ത കേസിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ കൂടെ പോകണം. ഓക്കെ, 1 മിനിറ്റ് എൻ്റെ പെണ്ണ് താഴെ പോയി, പെണ്ണ് കിട്ടി. ഓക്കെ, സോ അത്രയും കാര്യം മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ എടുക്കുക. ദെൻ യു സ്റ്റാർട്ട് പേയിങ് ഓഫ് ദി ആർക്കൊക്കെ കൊടുക്കാനുണ്ടോ അത് കൊടുത്തു തീർക്കുക. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഡിബഞ്ചർ ഉണ്ടെങ്കിൽ സെയിം എക്സ്റ്റേണൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്തോ ചെയ്തില്ലയോ നോക്കിയിട്ട് തന്നെ ഡിബഞ്ചർ ട്രീറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡറാണ്. അവർക്കുള്ള പേയ്മെൻറ്റിൻ്റെ എൻട്രിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ എഴുതാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എടുക്കണം. ക്വസ്റ്റ്യൻ എടുത്തിട്ട് എത്രയാണ് നമ്മൾ ക്ലോസ് ചെയ്യാനുള്ളത് നോക്കണ്ടേ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട് നോക്കണം, എത്രയുള്ളതെന്ന്. ഇതെൻ്റെ പഴയ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് ഈസ് 1,20,000. ഓക്കെ, സോ 1,20,000 ആണ് നമ്മളെ ബാലൻസ് ഷീറ്റിനകത്ത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. ഓക്കെ, സോ ഞാനിവിടെ എഴുതി അവർക്ക് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. നിങ്ങൾ നോക്കിയേ അവർക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. 1,50,000. ഇൻസ്റ്റെഡ് ഓഫ് 1,20,000 ദേ ആർ ഗെറ്റിംഗ് 1,50,000. സോ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 1,50,000 ആണ്. ബിക്കോസ് അത്രയും അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഒരു ഡിഫറൻസ് വന്നു മുകളിൽ 30,000. റൈറ്റ്, ആ 30,000ഉം നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് മാറ്റണം, റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് മാറ്റണം. ഓക്കെ, സോ ഇതിൻ്റെ ഇഫക്റ്റും റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതണം. ഇനി ഇവർക്ക് ഇത് ഡ്യൂ ആവുന്ന എൻട്രിയാണ് ഇത്. ഇനി പേ ചെയ്യുമ്പോഴുള്ള എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ടു എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്ന 12% പ്രിഫറൻസ് ഷെയർ ഇൻ ഏത് കമ്പനി, PQ കമ്പനി, പുതിയ കമ്പനി. ഓക്കെ, സോ എത്ര കൊടുക്കും, 1,50,000. ഇതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് പേ ചെയ്യുന്ന എൻട്രി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ആലോചിക്കേണ്ട കാര്യം അടക്കമുള്ള ഇതടക്കമുള്ള ഇഫക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കാവുള്ളൂ, റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ മാക്സിമം പോയാൽ ഈ ഒരു സ്റ്റേജിൽ വെച്ച് നിങ്ങൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്ത് ഐറ്റവും നിങ്ങൾ തൊടുന്നതിനേക്കാളും മുന്നേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിക്റ്റീഷ്യസ് അസറ്റും പിന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് വരുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഐറ്റംസും തൊടുന്നതിനേക്കാളും മുന്നേ യു ഷുഡ് പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, സോ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത് ഇവിടെ കാണാം. അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത എൻട്രിയാണ് ഇത് ഇവിടം വരെ ഉള്ളത്. ഓക്കെ, ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്ത എൻട്രിയാണ് ഇവിടം വരെ ഉള്ളത്. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രിയാണ് ഇവിടെ വരെ ഉള്ളത്. ഈ 30,000 ഇപ്പം നമ്മൾ എഴുതിയ ആ പ്രിഫറൻസ് ഷെയറിൽ വരുന്ന ആ 30,000 ഇവിടെയും കാണാം. ഇതിന് ശേഷം ബാലൻസ് ചെയ്താൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് ഇത്.
സോ റിയലൈസേഷൻ അക്കൗണ്ടിൽ ലാഭമായാലും നഷ്ടമായാലും നിങ്ങൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടിൽ. സോ ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ ഈ ഒരു എൻട്രി നിങ്ങൾ അവിടെ പാസ് ചെയ്യുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് എടുക്കുക. അസറ്റ് സൈഡിൽ ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി വേണം എഴുതാൻ. അസറ്റ് ക്ലോസ് ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. സോ ടു ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നും മുകളിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡറിനും വരും. അപ്പോൾ അതില്ല ഈ കണക്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ് ഇല്ല. പിന്നെ നിങ്ങൾ ലാബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ക്ലോസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ 3 ഐറ്റം കാണാം. ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ് ആൻഡ് തേർഡ് വൺ ആരാടോ, നമ്മുടെ P&L അക്കൗണ്ട്. ഈ 3 എണ്ണം ക്ലോസ് ചെയ്യുന്ന എൻട്രി. ഓക്കെ, സോ ഞാനിതാ അവിടെ ആ ഒരു എൻട്രി ഇവിടെ അവർ എഴുതിയിട്ടുണ്ട്, ക്ലോസ് ചെയ്യുന്ന എൻട്രി. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന എൻട്രി. ഓക്കെ, ഇത് ഞങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, പേ ഓഫ് ചെയ്യുന്ന എൻട്രി. ഇതിവിടെ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് പേ ചെയ്യുന്ന എൻട്രി എഴുതണം. ഇവർക്ക് P ലിമിറ്റഡിൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് എത്രയാണ് പേ ചെയ്യുന്നത്? 3,60,000. എങ്ങനെയാണ് പേ ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർ ആയിട്ട്. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഇൻ P ലിമിറ്റഡ്. വീണ്ടും ട്രാൻസ്ഫർ ചെയ്യൊന്നും ചെയ്യരുത്. ഇവിടെ ഉണ്ട് ഐറ്റത്തിൻ്റെ ഇഫക്റ്റ്. സോ പേ ഓഫ് ചെയ്യുമ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർസ് ഇൻ PQ ലിമിറ്റഡ് എന്ന് എഴുതണം. ഇതിന് ശേഷം നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ട് വരയണം. ഇവിടെ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഉണ്ട്, ഇവിടെ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഉണ്ട്, ഇവിടെ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഉണ്ട്. ഈ 3 എണ്ണത്തിൻ്റെയും ഇഫക്റ്റ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡറിൽ കാണിച്ചാൽ ഇത് നമ്മുടെ ക്യാപിറ്റൽ, ഈ 3 എണ്ണം ട്രാൻസ്ഫർ ചെയ്ത എൻട്രീസ്. പിന്നെ ഇത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ആ ലോസിൻ്റെ എൻട്രി. ഇത് നമ്മളിപ്പോൾ പേ ഓഫ് ചെയ്ത എൻട്രി. ഇത്രയും കാര്യങ്ങൾ ഈ പേ ഓഫ് ചെയ്ത എൻട്രിയിലും ഇക്വിറ്റി ഷെയർ ഹോൾഡർ വരുന്നുണ്ട്. സോ ഇത്രയും ചെയ്താൽ ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ട് ടാലി ആവണം. നമ്മൾ കൊടുത്ത ഈ പർച്ചേസ് കൺസിഡറേഷൻ ഇത് ഇടുമ്പോഴേക്ക് ഈ ഒരു അക്കൗണ്ട് ടാലി ആവണം. ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ഇത് കൊടുക്കാനുണ്ട്, ക്യാപിറ്റൽ റിസർവ് കൊടുക്കാനുണ്ട്, ജനറൽ റിസർവ്സ് അവകാശപ്പെട്ടത് ഷെയർ ഹോൾഡറിനല്ലേ, ഇതും അവർക്ക് ഡ്യൂ കിടക്കുന്നുണ്ട്. 4,80,000 അവർക്ക് കൊടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ അയാൾക്ക് എത്ര നഷ്ടം വന്ന് റിയലൈസേഷൻ അക്കൗണ്ടിൽ ലോസാണ് കിട്ടിയത്. അപ്പോൾ ആ ലോസ് ആര് സഹിക്കണം? ഇക്വിറ്റി ഷെയർ ഹോൾഡർ. സോ 4,80,000 കൊടുക്കാനുണ്ട്, 1,20,000 നഷ്ടമായി. സോ അവർക്ക് എത്ര കിട്ടുന്നു? 3,60,000. എങ്ങനെ കിട്ടുന്നു? പുതിയ കമ്പനിയിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട്. ഇതാണ് നിങ്ങളിവിടെ ചെയ്തിരിക്കുന്ന സംഭവം. ഓക്കെ, സോ എൻട്രി ഓട്ടോമാറ്റിക്കലി ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ വരുമ്പോഴേക്ക് അത് ടാലി ആവും. ആയില്ലെങ്കിൽ കണക്ക് തെറ്റാണ്. തെറ്റുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഒന്ന് നല്ലോണം നോക്കുക. മാക്സിമം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാഗ്ബി ചേഞ്ച് വന്നതും ഉണ്ടായിരിക്കാം. സോ നോക്കുക. PQ ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, ഒരു പ്രശ്നവുമില്ല. ബട്ട് റിയലൈസേഷൻ അക്കൗണ്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടും വരഞ്ഞാൽ നല്ലത്. ചോദിച്ചാൽ വരയാം. ജേണൽ മാത്രം എഴുതാൻ പറഞ്ഞാൽ വരഞ്ഞു വെക്കുകയൊന്നും വേണ്ട, ജേണലിനെ മാർക്ക് കിട്ടുള്ളൂ. ബട്ട് അക്കൗണ്ട്സ് ഒന്നും പറയുന്നില്ലെങ്കിൽ ഈ 2 ലെഡ്ജർ നിങ്ങൾ വരയണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ക്ലാസ്സെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക, അതിനുശേഷം സ്വന്തമായിട്ട് ചെയ്യാം. ദിസ് ഇസ് Q ലിമിറ്റഡ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം. സെയിം മോഡലായിരിക്കും. അതേപോലെ ഞാൻ മനസ്സിൽ ആലോചിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് വേണം ചെയ്യാൻ. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക വേണം, ഏതെങ്കിലും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഒഴിവായി പോയിട്ടുണ്ടോ. ഓക്കെ, സോ ടേക്ക് ദ സ്ക്രീൻഷോട്ട്സ്. ഓക്കെ, കുറച്ച് ലാഗ് വന്നുപോയി, ഞാൻ ട്രാവലിംഗ് ആയിരുന്നു. സോ ഐ എം സോ സോറി. കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നതെന്ന് അറിയാം, എന്നാൽ അവരോടൊരു സോറി. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ട്രാൻസ്ഫറി കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ വരയാൻ പോവാണ്. ഓക്കെ, ട്രാൻസ്ഫറി കമ്പനി. ഓക്കെ, കമ്പനി P-ൻ്റെയും Q-ൻ്റെയും എൻട്രി അക്കൗണ്ട് എല്ലാം വരഞ്ഞു. ഇനി നമ്മൾ ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്ഫറി കമ്പനി PQ ലിമിറ്റഡ് നമ്മൾ ആദ്യം എഴുതേണ്ട കാര്യങ്ങൾ പറയാം. ആദ്യം നിങ്ങൾ ഇവിടെ ഷെയർ ക്യാപിറ്റലിന് എഴുതാം.
പി ഉണ്ട്, ക്യൂ ഉണ്ട്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു എൻട്രി എഴുതുമ്പോൾ റിസർവിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു പറഞ്ഞതിൻ്റെ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതാം. കഥയിൽ ചോദ്യമില്ല, മിണ്ടാണ്ടിരുന്ന് കേൾക്കും. ഓക്കെ, ദെൻ പർച്ചേസ് കൺസിഡറേഷൻ എഴുതാം. ഓക്കെ, എന്നിട്ട് ഞാനിത് രണ്ടും ഫില്ല് ചെയ്യാൻ ട്രൈ ആണ്. പി ആൻഡ് ക്യൂ. നിങ്ങൾ ബാലൻസ് ഷീറ്റ് എടുക്കുക. യു ടുക്ക് ദ ബാലൻസ് ഷീറ്റ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എടുക്കുക. പി എന്ന് പറയുന്ന ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ആഡ് ചെയ്യാം. രണ്ടും ഒന്ന് ആഡ് ചെയ്തേ. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിക്കാം. ഇത് പഴയ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ എടുക്കുക. സോ ദിസ് ഇസ് 2,40,000 ആൻഡ് 1,20,000 വരും. പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഓഫ് പി ലിമിറ്റഡ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഇവിടെ ഇടുക. ഓക്കെ, അഗെയിൻ ക്യൂ ലിമിറ്റഡിൻ്റെയും അതേപോലെ തന്നെ ഇത് രണ്ടും ആഡ് ചെയ്യുക, ഇവിടെ ഇടുക. 2,40,000. ഓക്കെ, ഇനി പർച്ചേസ് കൺസിഡറേഷൻ എഴുതുക. പിയുടെ പർച്ചേസ് കൺസിഡറേഷൻ 5,10,000 ആൻഡ് ക്യൂവിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ 3,40,000. ഓക്കെ, ഇനി ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് നോക്കുക. നമ്മൾ ഈ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റി ഷെയറിനും പ്രിഫറൻസ് ഷെയറിനും കൊടുക്കുന്ന പൈസ അല്ലേ, ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്ന പൈസ. സോ ഇത്ര കൊടുക്കാനുണ്ട്, നിങ്ങൾ ഇത്ര കൊടുത്തു. ഇവിടെ ക്യൂവിൽ ഇത്ര കൊടുക്കാനുണ്ട്, നിങ്ങൾ ഇത്ര കൊടുത്തു. അതല്ല അതിൻ്റെ മീനിങ്, റൈറ്റ്? ഓക്കെ, അവർക്ക് 3,60,000 ഉള്ളൂ. യു പെയ്ഡ് ദം, PQ Limited had paid them 5,10,000 and like this, no? ഓക്കെ, ഇനി നോക്കാം. ഇനി ഇതിൻ്റെ ബാലൻസ് എടുക്കുക. ഇത് രണ്ടും മൈനസ് ചെയ്താൽ 1,50,000 കിട്ടും. ഇത് രണ്ടും മൈനസ് ചെയ്താൽ 1,00,000 കിട്ടും. ഓക്കെ, ഇത് മൈനസ് ചെയ്താൽ ഇത് മൈനസ് ചെയ്ത് ഓക്കെ 1,50,000 കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യാം. എന്നിട്ട് ടോട്ടൽ ഡിഫറൻസ് എന്ന് എഴുതി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ടോട്ടൽ ഡിഫറൻസ്. സോ യു വിൽ ഗെറ്റ് 2,50,000. ഇത് രണ്ടും ആഡ് ചെയ്യാം. സോ ഇതിൽ തമ്മിൽ 2,50,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ ഡിഫറൻസ് നമ്മൾ റിസർവ് അക്കൗണ്ട് ത്രൂ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, റിസർവ് അക്കൗണ്ടിൽ ഈ റിസർവ് എന്ന് എടുക്കുമ്പം റിസർവിന് ഓർഡർ ഉണ്ട്. ആദ്യം ക്യാപിറ്റൽ റിസർവ് എടുക്കണം, പിന്നെ ജനറൽ റിസർവ് എടുക്കണം, പിന്നെ PNL അക്കൗണ്ട് എടുക്കണം. ഓക്കെ, എങ്ങനെ എടുക്കണം എന്നൊക്കെ പറയാം. സോ ഓർഡർ നോക്കുക. ഈ ഓർഡർ ഞാൻ വായിച്ച ടെക്സ്റ്റ് ബുക്കിൽ ഈ ഓർഡറാണ്. എനിക്ക് ഒരു ബുക്കിൽ ഒരു പ്രോബ്ലം, അത് ജനറൽ റിസർവ് എടുത്താണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പക്ഷേ നിങ്ങൾ എക്സാമിന് തെറ്റിടുകയൊന്നുമില്ല. ഇതാണ് നമ്മൾ സ്വതവേ ഫോളോ ചെയ്യുന്ന ഓർഡർ. ക്യാപിറ്റൽ റിസർവ് നിന്ന് എടുക്കുക, ജനറൽ റിസർവ്, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ജനറൽ റിസർവ് നിന്ന് എടുക്കുക, എന്നിട്ടും ഉണ്ടെങ്കിൽ PNL അക്കൗണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ റിസർവ് ഉണ്ടോ നോക്കി. ഉണ്ട്. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ റിസർവ് എന്ന് ഇവിടെ എഴുതി. എന്നിട്ട് പിയും ക്യൂ ഇപ്പോൾ ഒന്നായില്ലേ, അപ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും ക്യാപിറ്റൽ റിസർവ് ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ എടുക്കുക നിങ്ങൾ. ഓക്കെ, ഞാനിവിടെ പഴയ മോഡലാണ്. സോ ക്യാപിറ്റൽ റിസർവ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ക്യാപിറ്റൽ റിസർവ് 80-യും 60-യും ആഡ് ചെയ്യാം. സോ 80-യും 60-യും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 1,40,000 കിട്ടും. സോ ഞാനതിവിടെ എഴുതി. തികയോ ഇല്ല, നമുക്ക് എത്ര വേണം? 2,50,000 വേണം. സോ വി ഗോട്ട് ഓൺലി 1,40,000. ഇനി ബാക്കി എത്രയുണ്ട്? ഇത് രണ്ടും മൈനസ് ചെയ്താൽ ഇനിയും 1,10,000 ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എവിടെ പോകണം? ജനറൽ റിസർവ് എന്ന് എടുക്കണം. അതും നമ്മൾ പിൻ്റെയും ക്യൂവിൻ്റെയും ജനറൽ റിസർവ് ആഡ് ചെയ്യാം. ഓക്കെ, പിൻ്റെയും ക്യൂവിൻ്റെയും ജനറൽ റിസർവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,20,000 and 60,000. ഓക്കെ, നിങ്ങൾക്ക് പുതിയ മോഡലിൽ മറ്റേ ഫോമാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മോഡലിൽ കാണാം 1,80,000 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഞാൻ 1,80,000 ഉണ്ട് എൻ്റെ എവിടെ? ജനറൽ റിസർവിൽ. ബട്ട് എനിക്ക് എത്രയേ വേണ്ടൂ? 1,10,000 മാത്രം. സോ ഞാനിവിടെ ജനറൽ റിസർവിന് എത്രയേ എടുക്കുന്നുള്ളൂ? 1,10,000. സോ എൻ്റെ ഈ ഡിഫറൻസ് എന്തായി? ഐ അഡ്ജസ്റ്റഡ് ടോട്ടലി വിത്ത് റിസർവ്. റിസർവിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ജനറൽ റിസർവിൽ എത്ര ബാക്കി ഉണ്ടാവും? 1,80,000 ഉണ്ടായിരുന്നു. 1,10,000 അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് പോയി. ഇനി ബാക്കി ജനറൽ റിസർവിൽ എത്രയുണ്ട് എന്നുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്ത് കാണിക്കണ്ട, ബട്ട് മനസ്സിൽ നിങ്ങൾ ഓർമ്മിക്കണം. ഓക്കെ, സോ ഈ ഒരു വേയിൽ നിങ്ങൾ റിസർവിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ജനറൽ റിസർവ് ഒന്നും തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് എടുക്കാം? PNL അക്കൗണ്ട് എടുക്കാം. ക്യാപിറ്റൽ റിസർവ് ഇല്ലെങ്കിൽ ജനറൽ റിസർവ് നിന്ന് എടുക്കാം. ജനറൽ റിസർവ് ഇല്ലെങ്കിൽ PNL അക്കൗണ്ട് നിന്ന് എടുക്കാം. ഇനി നമ്മൾ എൻട്രിയിലോട്ട് പോവാണ്. ഫസ്റ്റത്തെ എൻട്രി ഇന്നലെ ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. സോ ആദ്യം
എല്ലാ അസറ്റും പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡാണ്. ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ട്രാൻസ്ഫറർ കമ്പനി ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദി ട്രാൻസ്ഫറി കമ്പനി. സോ എല്ലാ അസറ്റും ഏതിൽ എടുക്കണമെന്ന് പ്രത്യേകം തിയറിയിൽ പറയുന്നുണ്ട്, ബുക്ക് വാല്യൂ. സോ ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്, ഡെറ്റർ, ക്യാഷ്, എല്ലാ അസറ്റും ട്രാൻസ്ഫർ ചെയ്യാം. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് വാല്യൂവിലായിരിക്കണം. 4+ ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ പിൻ്റെയും ക്യൂൻ്റെയും ആഡ് ചെയ്യുക. ഏത്? ഇത് 4ഉം 2ഉം. സോ 6,60,000 വരും. ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ 1,60,000 ഈ 60 പ്ലസ് ചെയ്തിട്ട് 2,20,000 വരും. ഇതാ കണ്ടല്ലോ. സോ ഇതുപോലെ നിങ്ങൾ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് എവറി അസറ്റ് ആൻഡ് എവറി ലയബിലിറ്റി അങ്ങനെ പിൻ്റെയും ക്യൂൻ്റെയും ആഡ് ചെയ്ത് ഇടുക. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, എല്ലാ സെക്കൻഡ് പോയിൻ്റ് എല്ലാ റിസർവിനെയും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. അപ്പം ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, P&L അക്കൗണ്ടാണ് നമ്മുടെ റിസർവിനകത്തുള്ളത്. ഓക്കെ, സോ ഇതിൽ ക്യാപിറ്റൽ റിസർവ് കംപ്ലീറ്റ്ലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അത് എഴുതാൻ പറ്റില്ല. ജനറൽ റിസർവ് എഴുതാൻ പറ്റും. എത്ര? 70,000. ഓക്കെ, പിന്നെ P&L അക്കൗണ്ടിലുണ്ട് 60,000. P&L അക്കൗണ്ട് ഇതും ആഡ് ചെയ്ത് 60,000. സോ 60,000 ഇസ് ദർ. ഓക്കെ, പിന്നെ നമ്മുടെ എൻട്രിയിൽ വരുന്ന ലിക്വിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് കൺസിഡറേഷൻ എഴുതിയ ഒരൊറ്റ ഈ ഭാഗവും ഒരു ബാലൻസിങ് ഫിഗറും ഇല്ലാണ്ട് ഇത് രണ്ടും ടാലി ആയിട്ടുണ്ടാകും. ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ചെയ്തത് തെറ്റാന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ ബാലൻസിങ് ഫിഗർ ഇട്ടോട്ടെ എന്നൊന്നുമില്ല. ഇത് ബാലൻസിങ് ഫിഗർ എഴുതിയത് നോക്കണ്ട. നിങ്ങൾ ഈ വേയിൽ തന്നെ ചെയ്തിട്ട് ഇവിടെ ഈ 70,000 കിട്ടിയത് നിങ്ങൾ ഇവിടെ നിന്ന് കഴിയുമ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ 70,000 എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഏതൊക്കെ റിസർവാണ് ഇല്ലാണ്ടായത് എന്നുള്ള, ഇവിടെ ക്യാപിറ്റൽ റിസർവ് ഇനി ഇല്ല എന്നൊക്കെയുള്ള ബോധം മനസ്സിലുണ്ടായിട്ട് മാത്രം ഈ ഒരു എൻട്രി ചെയ്യാം. ഈ എൻട്രിയിൽ എല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, തീരെ അറിയാത്ത കുട്ടികളോട് പറയാം മക്കളെ, ഷെയർ ക്യാപിറ്റലൊന്നും എടുക്കാൻ പാടില്ല, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലൊന്നും എടുക്കാൻ പാടില്ല. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് വരുന്ന ഹെഡ്, ലാബിലിറ്റി എന്ന് പറയുന്ന ഹെഡും അസറ്റിൽ എല്ലാ ഹെഡ്സ് എന്ന് വരുന്നതും എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതണം. ഓക്കെ ഓക്കെ, നൗ ഇനി ഇവർക്ക് പേ ചെയ്യുന്ന എൻട്രി. അപ്പോൾ ഈ ഒരു ലിക്വിഡേറ്റേഴ്സ് ഇവിടെ ക്രെഡിറ്റിൽ കിടപ്പുണ്ട്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ലിക്വിഡേറ്റേഴ്സിന് കൊടുത്ത് അവർ ഒഴിവാക്കുവാണ്. സോ അക്കൗണ്ടിൽ ക്ലോസ് ആവും. ക്രെഡിറ്റും ഡെബിറ്റും വരും, രണ്ടും ക്യാൻസൽ ആവും. എങ്ങനെയാണ് കൊടുക്കുന്ന? ഇവിടെയാണ് പ്രീമിയം. ഞാൻ പറഞ്ഞു പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷൻ്റെ സമയത്ത് പ്രീമിയം നിങ്ങൾ നോക്കണ്ട, ബട്ട് ഇവിടെ പ്രീമിയത്തിന് നിങ്ങൾ നോക്കണം. അപ്പോൾ ഞാനിവിടെ പ്രീമിയത്തിൻ്റെ കാൽക്കുലേഷനാണ് കാണിക്കുന്നത്. ഷെയർ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം. സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുമ്പോൾ ഇവിടെ 1,200 ഷെയർ 25 രൂപ പ്രീമിയം. ഇവിടെ 125 അല്ല, 25 പ്രീമിയം. സോ 1,200 × 25, പിന്നെ ഒരു 800 × 25. അതേതാണ് 800? ഇതാ × 25 പ്രീമിയം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡറിനും 5 രൂപ പ്രീമിയം ഉണ്ട്. അപ്പം 24,000 × 5 16,000 × 5. സോ 24,000 × 5 16,000 × 5. ഇതൊക്കെ ചെയ്ത് ഇതെല്ലാം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രീമിയത്തിൽ എത്ര ഉണ്ടെന്ന് കിട്ടും. ആ പ്രീമിയമാണ് നിങ്ങൾക്ക് ഇവിടെ എഴുതിയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫേസ് വാല്യൂ മാത്രം എടുക്കുക. വാട്ട് ഫേസ് വാല്യൂ മീൻസ്? ഇതിവിടെ കാണിക്കുകയാണ്. 1,200 × 100 ഫേസ് വാല്യൂ. 800 × 100 ഫേസ് വാല്യൂ. 25 പ്രീമിയം ആണ്, 25 പ്രീമിയം ആണ്. സോ ഇവിടെ രണ്ടും ഒരുമിച്ച് എഴുതണം, ഇവിടെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, അതേപോലെ ഇക്വിറ്റി ഷെയറിന് 24,000 × 10 ആണ് ഫേസ് വാല്യൂ. സോ 16,000 × 10 ആണ് ഫേസ് വാല്യൂ. സോ ഇത് രണ്ടും ഇവിടെ 1 എന്ന് എഴുതിയതില്ലേ, ഈ 1 എന്ന് എഴുതിയ പോയിൻറ്റ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇവിടെ 2 lakh കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഇതും പ്ലസ് ഇത് രണ്ടും പ്ലസ് ചെയ്താൽ യു വിൽ ഗെറ്റ് 2 lakh. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയറിനകത്തും ഇവിടെ 4 lakh കാണാം. 24,000 × 10 16,000 ഷെയർ × 10 4 lakh ആണ്. സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത് ഇതാണ് 1 2 3 4. ഈ 4 ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 2,50,000. ഓക്കെ, പ്രീമിയം സെപ്പറേറ്റ് കാണിക്കണം. അത്രയേ ഉള്ളൂ സംഭവങ്ങൾ. ഓക്കെ, സോ അതിൻ്റെ ബാലൻസ് ഷീറ്റ് വരയണം. ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ നിങ്ങൾ ആദ്യം ഈ എൻട്രി എടുത്ത് വെക്കുക.
ആദ്യം നമുക്ക് ക്യാപിറ്റൽ അല്ലേ വേണ്ടത്, ധാരണ ഉണ്ടാക്കി തരാം. ഇത് നോക്കിയിട്ട് വേണം യു മേക്ക് ട്രാൻസ്ഫർ ഈ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ ഉണ്ടാക്കാൻ. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം ആയിരിക്കും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം ആയിരിക്കും. സോ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 6 ലക്ഷം ആയിരിക്കും നിങ്ങളുടെ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷം. ഓക്കെ, നോട്ട്സ് ഞാൻ പറയാം, ലാസ്റ്റോട്ട് ഞാൻ അത് നോട്ട്സ് കാണിച്ചു തരും. ഇനി ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം കൂടി ഉണ്ടല്ലോ ടീച്ചറെ. റിസർവ്സ് ആണിത്. റിസർവ്സ് ആൻഡ് സർപ്ലസിലല്ലേ സെക്യൂരിറ്റി പ്രീമിയം എഴുതേണ്ടത്, അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എഴുതണം. അതാ ഇവിടെ ഒരു ലിക്വിഡേറ്റർ കിടക്കുന്നത്. ലിക്വിഡേറ്റർ ക്ലോസ് ആയിപ്പോയില്ലേ, ഇവിടെ ക്രെഡിറ്റ് ഇവിടെ ഡെബിറ്റ്. സോ അത് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് രണ്ടും എനിക്ക് അറിയാം എവിടെ എഴുതേണ്ടത്. ഇത് റിസർവ്സ് ആൻഡ് സർപ്ലസിലാണെന്നും അറിയാം. ഇതാ ഇവിടെ കിടക്കുന്ന ഞാൻ ആദ്യം ലാബിലിറ്റി പറയുന്നത്. ലിക്വിഡേറ്റർ ക്ലോസ് ആയിപ്പോയി, ഇത് ക്ലോസ് ആയിപ്പോയി. ജനറൽ റിസർവ് എവിടെ വരണം, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരണം. അപ്പോൾ 70,000 റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരണം. P&L അക്കൗണ്ട് എവിടെ വരണം, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരണം. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ആരൊക്കെ വന്ന്, P&L അക്കൗണ്ട്, ജനറൽ റിസർവ് ആൻഡ് സെക്യൂരിറ്റി പ്രീമിയം. ഈ 3 ആഡ് ചെയ്തിട്ട് വേണം എവിടെ എഴുതാൻ, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എഴുതാൻ. ഓക്കെ, ഇതാ നമ്മളെ ലാബിലിറ്റിയിൽ ഇതൊക്കെ ലാബിലിറ്റിയിൽ വരും. ഇതേ എമൗണ്ട് തന്നെ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇതൊക്കെ നമ്മൾ അസറ്റ് സൈഡിലും വരും. ഇതെവിടെ നോക്കിക്കോ, ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷം കിട്ടിയിട്ടുണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ 3,80,000 കാണാം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സെക്യൂരിറ്റി പ്രീമിയം, ജനറൽ റിസർവും നമ്മളെ P&L അക്കൗണ്ടും. ഓക്കെ, നൗ സെക്യൂർഡ് ലോൺ ഇതേ സാധനം 2,40,000 ആയിരിക്കും ഇവിടെ എഴുതിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ട്രേഡ് പേയബിൾസ് 1,60,000. ഇതേ എൻട്രി രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇവിടെ കാണിക്കേണ്ടത്. പ്രൊവിഷനും സെയിം അതേപോലെ തന്നെ എല്ലാം. ഫിക്സഡ് അസറ്റ് എടുക്കുമ്പോൾ ഡിപ്രിസിയേഷൻ അതൊക്കെ പറഞ്ഞു ഇനി പിന്നെയും അല്ലേ. സോ അതായിരിക്കും നിങ്ങളുടെ സംഭവം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ നോട്ട്സ് ഫോട്ടോ എടുക്കേണ്ട ആളെടുത്തോളൂ. ഓക്കെ, നൗ ഹിയർ കംസ് യുവർ നോട്ട്സ് ടു വേണ്ടത് പർച്ചേസ് മെത്തേഡാണ്. സോ അതും ഞാൻ നാളെ തന്നെ എടുക്കും, ബിക്കോസ് എനിക്കിപ്പോൾ വേറൊരു പണിയില്ല, ഞാൻ ക്വാറന്റൈനിലാണ്. സോ പർച്ചേസ് മെത്തേഡ് നാളെ എടുക്കും. നാളെ ഞാൻ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്ത് തരും. സോ സോറി ഫോർ ദ ഡിലേ. ബൈ.